പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും ഷാലിം ഇന്റർനാഷണൽ മിനിസ്ട്രിയിലെ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 41-ാമത്തെ വാക്യം, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. ആമേൻ. കർത്താവിന്റെ ശിഷ്യന്മാർ പറഞ്ഞ കാര്യമാണ് ഇവൻ ആർ, നമ്മുടെ കർത്താവ് ആരാണ് എന്ന പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കർത്താവ് അത്ഭുത മന്ത്രിയാണ്. ആമേൻ. ഇവിടെ പടകിൽ ശിഷ്യന്മാരും യേശുവും വരുമ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറി. ആമേൻ, സ്തോത്രം. അത് മുങ്ങുമാറാകുകയാണ്. അവർ യേശുവിനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? ആമേൻ. യേശു തമ്പുരാൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശ്വാസിച്ചു. കാറ്റേ, നീ അടങ്ങ്. കടലേ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, അനങ്ങാതിരിക്കുക. കാറ്റിനെയും കടലിനെയും ദൈവം ഇന്ന് ആമേൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കർത്താവ് പ്രതികൂലത്തെ ശാന്തമാക്കാൻ ആമേൻ കഴിവുള്ള ദൈവമാണ്. നിന്റെ ജീവിതത്തിൽ ഇന്നുവരെയും ആരൊക്കെ പരിശ്രമിച്ചിട്ടും ആമേൻ ഓർഡറാകാത്ത ചില വിഷയങ്ങളുണ്ടെങ്കിൽ, ശാന്തമാകാത്ത ചില വിഷയങ്ങളുണ്ടെങ്കിൽ, ഇന്നുവരെയും ആമേൻ സ്തോത്രം ഒരു ജയം പ്രാപിപ്പാൻ കഴിയാത്ത ഒരു വിഷയമുണ്ടെങ്കിൽ, ആമേൻ തിരുവചനം പറയുന്നു, നീ യേശുവിനെ വിളിച്ചപേക്ഷിക്കുക. അവർ കർത്താവിനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കാൻ കൽപ്പിച്ചു. അതെ, നിന്റെ ജീവിതത്തിൽ ശാന്തത തരുന്ന ദൈവം, നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത തരുന്ന ദൈവം. ആമേൻ. നാളുകളായി നീ ഭാരപ്പെട്ടിട്ട് ആമേൻ സ്തോത്രം ആമേൻ ചുഴലിക്കാറ്റ് പോലെ നിന്റെ ജീവിതത്തെ ആമേൻ ചുഴറ്റിയെറിയുന്ന വിഷയങ്ങൾക്ക് ഇന്നും പരിഹാരം കാണാൻ കഴിയാതിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, ആമേൻ നിന്റെ ആമേൻ പടകിൽ ഒരുവനുണ്ട്. അവൻ പ്രകൃതികളുടെ മേൽ അധികാരമുള്ളവനാണ്. അവൻ പ്രതികൂലത്തെ ശാന്തമാക്കാൻ കഴിവുള്ള ദൈവമാണ്. ആ ദൈവത്തെ ഒന്ന് പ്രാർത്ഥിക്കുമോ? ഇന്നുവരെയും നീ കണ്ടിട്ടില്ലാത്ത ഒരു ശാന്തത നിന്റെ ജീവിതത്തിൽ ദൈവം തരും. ഒരു സമാധാനം ദൈവം തരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കും. അതെ, നിന്റെ കർത്താവ് വണ്ടർഫുൾ കൗൺസിലറാണ്, അത്ഭുതത്തിന്റെ മന്ത്രിയാണ്. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ള ദൈവം. ആമീൻ. ഇസ്രായേൽ ജനത്തിന് വേണ്ടി 40 വർഷം അവരെ മരുഭൂമിയിൽ ആമേൻ സ്തോത്രം ഒറ്റയ്ക്ക് നടത്തിയ ദൈവം. അവരുടെ സ്തോത്രം വിദ്യുശക്തി മന്ത്രിയായി ദൈവമായിരുന്നു. അവരുടെ ട്രാൻസ്പോർട്ട് ആമേൻ മിനിസ്റ്ററായി ആമേൻ കർത്താവ് കൂടെ ഇരുന്നു. അവരുടെ ഫിനാൻഷ്യൽ മിനിസ്റ്ററായി കർത്താവ് ഇരുന്നു. അവരുടെ സ്തോത്രം ഹല്ലേലൂയ ആരോഗ്യ മന്ത്രിയായി കർത്താവ് ഇരുന്നു. അവരുടെ സ്തോത്രം റവന്യൂ മന്ത്രിയായി കർത്താവ് ഇരുന്നു. ട്രാൻസ്പോർട്ടം അവർക്കെല്ലാം ഒരൊറ്റ മന്ത്രിയെ ഉണ്ടായിരുന്നുള്ളൂ. ആമേൻ. അവൻ സർവശക്തനായ ദൈവം. നിന്റെ ജീവിതത്തിൽ പലരുടെയും ആവശ്യമില്ല ദൈവമക്കളെ, ഒറ്റ ദൈവം. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഇന്ന് പകൽ നീ വിശ്വസിക്കുക. നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു വിടുതൽ കാണാൻ പോകുക. നാളിന്നുവരെയും നീ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സമാധാനം, നാളിന്നുവരെയും നീ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷം, ആമേൻ രോഗസൗഖ്യം നിന്റെ ജീവിതത്തിൽ തരുന്ന ആമേൻ സർവശക്തന്റെ പേരാണ് യേശു കർത്താവ്. അവൻ നിന്റെ പ്രതികൂലങ്ങളെ ശാന്തമാക്കുന്ന ദൈവമാണ്. അവൻ നിന്റെ മരുഭൂമിയിൽ നിനക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ദൈവമാണ്. അവൻ ക്രിയേറ്ററാണ്. അമ്മേ, സകലത്തെയും ഒറ്റ വാക്കിനാൽ ഉളവാക്കുന്ന ആ സർവശക്തനായ ദൈവമാണ്. അമ്മേ സ്തോത്രം. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന സർവശക്തനായ ദൈവം. അവന്റെ പേരാ യേശു കർത്താവ്. ഹല്ലേലൂയ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ. യോഹന്നാന്റെ തലയിൽ വലതുകരം വെച്ചിട്ട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട,
ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നമ്മുടെ കർത്താവ് മരണത്തിന്മേൽ അധികാരമുള്ളവ, മരണത്തെ ജയിച്ചവനാണ്. ആമേൻ, സ്തോത്രം. ആകയാൽ ദൈവമക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാ, ആമേൻ, നീ ഒരിടത്തും അനുഭവിക്കാത്ത ഒരു സമാധാനം, ഒരിടത്തും നീ ഇന്നുവരെയും ആമേൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷം, ഒരു സ്തോത്രം, ആമേൻ, സ്തോത്രം, ഒരു അത്ഭുത സൗഖ്യം നിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു തരാൻ ശക്തനാണ്. ആമേൻ. നിന്റെ പടകിൽ ഇന്നുവരെയും സമാധാനത്തോടെ നിനക്ക് ഇരിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ നിമിഷം മുതൽ അത് കർത്താവ് നിനക്ക് തരിക. അവൻ സ്വതന്ത്രമല്ലിയ പ്രതികൂലങ്ങളെ ശാന്തമാക്കുന്നവനാ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനാ. അവൻ അത്ഭുത മന്ത്രിയാണ്. ആമേൻ, സ്വതന്ത്രം. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ള ദൈവമാണ്. ആ കർത്താവിൽ നീ പൂർണ്ണമായി വിശ്വസിക്കുക. നീയും നിന്റെ കുടുംബവും, ആമേൻ, നീ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹവും അത്ഭുതകരമായ ഒരു വിടുതൽ കാണും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കേൾവിക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ പടകിൽ അത്ഭുതകരമായ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. കാറ്റിനെ ശാസിച്ച് കടലിനെ അടക്കിയ ദൈവം ഇന്ന് കർത്താവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ വചനം കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. ആമേ, അവിടുന്ന് അത്ഭുത മന്ത്രി അവരോട് കൂടെ ഇരിക്കും, അവരുടെ പ്രൊവൈഡറായി കൂടെ ഇരിക്കും. അവർക്ക് വേണ്ടതെല്ലാം അവൻ ഉളവാക്കി കൊടുത്ത ദൈവരെ മാനിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ. ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.